ഇതിപ്പോ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞോണ്ടേ വിളിച്ചങ്ങ് പറയല്ലേ, പിന്നെ ഫ്ലാഷ് ന്യൂസ് ഇട്ടൂടെ, അതല്ലേ ഏറ്റവും നല്ലത്. അങ്ങോട്ട് വിളിച്ച് പറയല്ലേ തന്നെ ഓരോന്നോരോന്ന്. ഇതിപ്പോ ഒന്ന് ഫസ്റ്റ് നൈറ്റ് നടത്തൊന്നും വേണ്ട, ഇപ്പൊ കൂടെ പോയിരിക്കല്ലേ. കാസർഗോഡിനെ അപേക്ഷിച്ചിടത്തോളം കല്യാണം കഴിഞ്ഞിട്ട് വിടൂലല്ലോ, വിട്ടുകൊടുക്കൂല്ലോ, അവിടെ കൂടെ അങ്ങോട്ട് ഇരിക്കുക തന്നെ. പിന്നെ ഉറങ്ങാൻ സമ്മതിക്കൂല. പിന്നെ ഓളെ കൊണ്ട് പാട്ട് പഠിക്കല്, തുള്ളിക്കല്, അത് നടത്തല്. എന്താ DJയാ കൂജയാ, ഇതൊക്കെ ബല മുസീബത്ത്. ഓളെ കൂടെ ദുനിയാവ് കോടി അങ്ങോട്ട് പോ, റബ്ബിനെടുക്കല. 6 അടി മണ്ണുണ്ട്, അല്ലാതെ ഓഫിക്കത് അങ്ങോട്ട് പോകും. ഇതൊന്നും വലിയന്മാര് പറഞ്ഞൊന്നും മനസ്സിലാവൂല. ഖുർആൻ ഓതിട്ടാ പറഞ്ഞിരുന്നത്, വേണമെങ്കിൽ മനസ്സിലായിക്കോ. ഇനി നാളെ പറയാൻ പറ്റൂല, ഞങ്ങൾക്കാരും വന്നില്ല. ഈ കാസർഗോഡിന്റെ ഓരോ മൂലയും സ്കാൻ ചെയ്തെടുത്താൽ EP അബൂബക്കർ മുസ്ലിയാർ ഇങ്ങനെ തെളിഞ്ഞേക്കും. കാരണം നാളെ പറയാൻ പറ്റൂലല്ലോ, ഞങ്ങളെന്ന് അറിഞ്ഞില്ലേ, അള്ളാഹു ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞതേ ഇല്ല പോലും, ഇങ്ങനെ ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല എന്നാളെ പറയാൻ പറ്റൂല. അതിനാണിത് പറഞ്ഞിരുത്. കല്യാണം നടത്തിക്കോ, ആഡംബരങ്ങളോ അനാവശ്യങ്ങളോ നടത്തുന്നതിന്. ഞാൻ കെട്ടിയ പെണ്ണിന് എന്റെ കൂടെ കയറി മണിയറിയിക്കാൻ നിനക്കെന്താ അവകാശം? നീ എന്തിനാ എന്റെ കൂടെ വരുന്നു? എന്റെ ഭാര്യ ഓളുടെ വാപ്പ കൈക്ക് പിടിച്ച് തന്നാൽ അത് എനിക്കുള്ളതാണ്, അത് വേറെ ആർക്കും കാണാനുള്ളതല്ല, അവളുടെ കൈക്ക് പിടിക്കാനുള്ളതല്ല, അവളെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കാനുള്ളതല്ല. അത് പാശ്ചാത്യ സംസ്കാരം, അത് ഇസ്ലാമിക സംസ്കാരം അല്ല. അത് ഇസ്ലാമിക സംസ്കാരം ഹറാം. അതുകൊണ്ട് അമാനത്ത്, അവയവങ്ങൾ അമാനത്താണ്. അവയവങ്ങൾ അമാനത്താണ്. പരിശുദ്ധ ഖുർആൻ ഇവിടെ അവതരിപ്പിക്കുന്നു, വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെടരുതേ ചെറുപ്പക്കാരാ. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. വിവരമില്ലാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെടരുതേ. കാരണം എന്തെന്നറിയോ? السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. ഈ കണ്ണിനെ കുറിച്ച് നാളെ ചോദ്യമുണ്ടാകും, ഈ കാതിനെ കുറിച്ച് നാളെ ചോദ്യമുണ്ടാകും, ഈ ഹൃദയത്തെ കുറിച്ച് നാളെ ചോദ്യമുണ്ടാകും, ഈ കൈകളെ കുറിച്ച് നാളെ ചോദ്യമുണ്ടാകും, ഈ കാലുകളെ കുറിച്ച് നാളെ ചോദ്യമുണ്ടാകും. ഖുർആൻ ഇന്നും വെറുതെ ഒന്നുമല്ല. ഖുർആൻ ഹത്ത് ഓതാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ സാധനമൊന്നുമല്ല ഖുർആൻ. നേർച്ച വസ്തുവൊന്നുമല്ല. എന്റെ മോടെ പ്രസവം എളുപ്പാവാൻ ഞാനൊരു ഖുർആൻ ഇതാ നിയത്തി ചെയ്തിരിക്കുന്നു. തീർന്നു. അത് ഒട്ടിച്ചു വെച്ചാൽ തുറന്നു പോലും നോക്കൂല. അത് അങ്ങനെ തന്നെ. മോള് 10 പ്രസവിച്ചാലും അത് പൊട്ടിച്ചു കാണില്ല ഖുർആൻ. നേർച്ച അറിയോ? എവിടെ നമ്മളിത് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അല്ലാതെ യാസീൻ നല്ലപോലെ ഓതിയതിന്റെ അർത്ഥം എന്താണെന്ന് അറിയണ്ടേ? മയ്യത്ത് കൊണ്ട് വെച്ചിട്ട് ഓതല്ലേ, പക്ഷെ അർത്ഥം അറിയണ്ടേ? اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. الله أكبر. നാളെ ആഖിറത്തിൽ വരുമ്പോൾ രംഗം എന്തായിരിക്കും ആരറിയും? ആരും മനസ്സിലാക്കും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് ഇന്ന അവ്വല അളുമിൻ യതകല്ലമു മിനൽ ഇൻസാൻ യൗമ യുഖ്തമു അലൽ അഫ്വാഹ് ഫഖദുഹു മിനർ റിജ്ലിശ് ശിമാൽ കമാ ഖാല റസൂലുള്ളാഹി. ശ്രദ്ധിച്ചോളൂ. റാഗിങ് നടക്കാൻ പോകുന്ന ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിച്ചോളൂ. ഇനി അടുത്ത കല്യാണം എവിടെയാന്ന് ഞങ്ങളിങ്ങനെ വണ്ടിയിൽ വരുമ്പോ വണ്ടിയിൽ ചെമ്പ് ഭക്ഷണത്തിനുള്ള പാത്രം കൊണ്ടുപോകുമ്പോഴേ വണ്ടി ഓടിച്ചോണ്ടെന്ന് ഒരു ചങ്ങാതി നാളെ ചാപ്പാടുണ്ട്, ചെമ്പ് പോകുന്നു, ബിരിയാണി ഉണ്ടാക്കുന്ന ചെമ്പ് പോകുന്ന. അപ്പൊ അതിന് വല്ലാത്ത സമ്മതം. ഭക്ഷണം തിന്നാൻ ഉണ്ടാക്കുക കുടിക്കുക എന്നുള്ളതല്ലാതെ ഞങ്ങൾ പോയിട്ട് തിന്നിട്ട് ചെല്ലും. ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരു പള്ളിയിൽ ഉസ്താദ് പ്രസംഗിച്ചു പോലും കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടോ. ഈ ആഡംബരമൊക്കെ കുറയ്ക്കണമെന്ന്. അപ്പൊ ഇറങ്ങിയ പാടെ ഭയങ്കര ശബ്ദം. ചെറുപ്പക്കാര് ഉസ്താദ് അങ്ങനെ പ്രസംഗിച്ചിട്ടുമില്ല, ഞങ്ങളൊട്ട് കേട്ടിട്ടുമില്ല.
അത് മാത്രം ഇവിടെ പറ്റൂല. ഇവിടെ ഭക്ഷണം ആഡംബരം ഇല്ല ഒന്നും ഇവിടെ നടക്കൂല. അത് മാത്രം ഉസ്താദ് പറയരുത്. എന്താ ചെയ്യാ? ഉസ്താദിനെ ഗരാവോ ചെയ്തു വെക്കുന്ന കാലഘട്ടം. ഒന്നും പറയാൻ പറ്റൂല. നമ്മുടെ കൂടെ ഇരുന്ന് വാതെല്ലാം കേൾക്കും. മോടെ കല്യാണം വരുമ്പോ കൊല്ലം ഷാഫിയെ വിളിച്ച് ഗാനമേള നടത്തും. പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഇതൊരു അമാനത്തല്ലേ? എന്താ പിന്നെ ഇപ്പൊ പുണ്യോ പോയി പ്രസംഗം കേട്ടിട്ട് തൗബ ചെയ്യാലോ. പണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞാണ്, 2-3 പ്രാവശ്യം കൂടെ വ്യഭിചരിച്ചിട്ട് അങ്ങ് തൗബ ചെയ്യാം, പിന്നെ മേലെ വ്യഭിചരിക്കാതിരിക്കണ്ട. അപ്പൊ ഇതിന്റെ കുറ്റം പറയുമ്പോ അങ്ങനെയാണ്. എല്ലാത്തിനും ഒരു തൗബ. ഈ തൗബ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഈ തൗബ മാസത്തില് അള്ളാഹു തൗഫീഖ് അതിലൂടെ വരുന്നുണ്ട്. തൗബ എന്താ ഞാൻ പറഞ്ഞുതരാം. അവിടെ ഈ റമദാൻ മാസത്തിൽ പറയുമ്പോഴേ തൗബ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ എല്ലാരും ഈ തൗബ എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിയാസം ചെയ്തിട്ട് ചുമ്മാ ലൈറ്റ് അണച്ച് വെച്ചിട്ട് അസ്തഗ്ഫിറുല്ലാഹ് ഞാൻ വ്യഭിചരിച്ചു. ആരാ വ്യഭിചരിക്കാത്തവനും പറയണം, ഞാൻ വ്യഭിചരിച്ചു. പുറത്ത് തരുമോ എന്നുള്ളത് അള്ളാഹ്ക്ക് അറിയാവും, എവിടെ കിട്ടുക എന്നുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളെ തൗബ ചെയ്യുക. തൗബ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സത്ത അറിയില്ല, മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് റമദാൻ പ്രഭാഷണത്തിന് വരുന്നുണ്ട്. അള്ളാഹ് തൗഫീഖ് തന്നിട്ട് അന്നേരം നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പൊ അതിനിപ്പോ സമയമില്ല. ഒന്നാമത് സുഖമില്ലാതിരിക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിന് അടുത്തൊരു പരിപാടിയും കൂടി. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അവയവങ്ങളെല്ലാം അമാനത്താണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അവയവങ്ങളെല്ലാം അമാനത്താണ്. കണ്ണ്, കാത് എല്ലാം അമാനത്താണ്. നമ്മുടെ ഒരു ചങ്ങാതി പറയാ, ഇപ്പൊ ഈ അടുത്ത് ഇന്ന് ഒരു ചങ്ങാതി പറയാം, നമ്മുടെ കൂടെ ഒരു സുഹൃത്തിനെ കണ്ടവൻ പറയാ, എന്താ ഇമ്മാനുവല്, എന്താ നല്ല കുടുംബ പടം, ഒരു അനാവശ്യമില്ല, ഒരു ചണ്ടില്ല, അതില്ല, ഇതില്ല, ആവശ്യമില്ല. ഒന്നുകൂടെ കാണണോ? ആരാ? 5 നിസ്കാരമുള്ള ചങ്ങാതി, എല്ലാ വാതുകളും കേൾക്കുന്ന ചങ്ങാതി, ഇബാദത്തെടുക്കുന്ന ചങ്ങാതി. എന്താ അപ്പൊ മമ്മൂട്ടി എങ്ങാനും കിട്ടിയിരുന്ന മുസാവാത്ത് ഏത്, മുആനക്കത്ത് ഏത്, പൊരുത്തം വാങ്ങിയനല്ല. അപ്പൊ കൂടെ എന്ന ഒരാൾ പറയാ, അത്രയ്ക്കും അത്രയ്ക്കും നല്ലതാ. അപ്പൊ നീ അപ്പൊ ഇന്നലെ പോയാ? ഇൻഷാ അല്ലാഹ് എനിക്ക് കൂടെ പോകണം. അതിനൊരു ഇൻഷാ അല്ലാഹ് അങ്ങനെയുണ്ട് അല്ലെ? ഇൻഷാ അല്ലാഹ് ഒരു ഉംറയ്ക്ക് പോകണമെന്ന് പറയുന്ന പോലെ, ഇൻഷാ അല്ലാഹ് ഒന്ന് ഹജ്ജിന് പോകണമെന്ന് പറയുന്ന പോലെ, ഇൻഷാ അല്ലാഹ് എന്നാ പിന്നെ ഇമ്മാനുവല് അമ്മക്ക് ഒന്ന് പോയി കളയാം. എന്താ സംഭവം എന്ന് ആലോചിച്ചു. മനുഷ്യന്മാർ ഈ വാത് കേട്ട് എന്താ ഇപ്പൊ പുണ്യോ? വെറുതെ ഞങ്ങളുടെ തൊണ്ട പോണ അല്ലാതെ എന്ത് പുണ്യോന്ന് ഞാൻ ഈ ആലോചിക്കുന്നത്. അതുകൊണ്ട് അവയവങ്ങൾ അമാനത്താണ്. കണ്ണ് അമാനത്താണ്. ഇമ്മാനുവല് കണ്ണെന്ന കണ്ണ് അമാനത്താണ്. ലോക്പാൽ ബില്ലല്ല, ലോക്പാൽ കണ്ണ് അമാനത്താണ്. സഹോദരിമാരെ എല്ലാം കാണുമല്ലോ, ഖലാക്കാതെ കൃത്യമായിട്ട് നിങ്ങൾ കാണുന്നത് കണ്ണ് അമാനത്താണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞ ഖുർആനിൽ, വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. കണ്ണ്, കാത്, ഹൃദയം, ഇതിനെ കുറിച്ച് നാളെ ചോദ്യമുണ്ടാകും. നീയെല്ലാം മറുപടി പറയാൻ പോണത്, അവർ ശ്രദ്ധിച്ചോ? നമ്മളെല്ലാം മറുപടി, നാവല്ല. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. ഇന്നേ ദിവസം ഈ മഹ്ശറ വൻസഭയിൽ ഇന്ന് നാം നിങ്ങളുടെ നാവുകൾ സീല് വെച്ച് പൂട്ടിക്കളയും. നില്ലെன்று சொன்னால் பேசக்கூடாது. സ്റ്റോപ്പ് என்று சொன்னால் பேசக்கூடாது. തീർന്നു, സംഭവം തീർന്നു. اليوم نختم على أفواههم. പിന്നീട് ആരാണ് സംസാരിക്കുന്നതെന്നറിയുവോ? വതുകല്ലിമുനാ ഐദീം. അവരുടെ കൈകളാണ് സംസാരിക്കുക. മനസ്സിലായോ? ഖുർആൻ നീ സംസാരിക്കേണ്ടതില്ല. വതുകല്ലിമുനാ ഐദീം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കാലുകൾ നാളെ സാക്ഷ്യം പറയുകയാണ്. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഇന്ന അവ്വല അഹ്മിൻ യതകല്ലമു മിനൽ ഇൻസാൻ യൗമ യുഖ്തമു അലൽ അഫ്വാഹ്. നാളെ ആഖിറത്തിൽ മനുഷ്യന്റെ വായി സീല് വെക്കപ്പെടുമ്പോ
ആദ്യമായി അവന്റെ അവയവങ്ങളിൽ നിന്ന് സംസാരിക്കുന്ന അവയവം ഫഖ്ദുഹു മിനർ റിജ്ലി ശിമാൽ, അവന്റെ ഇടത് കാലിന്റെ തുടയല്ലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇടത് കാല് പറയും, ഇതെവിടെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. സ്കൂളിൽ പോകുമ്പോ, ബസ്സിൽ പോകുമ്പോ, ബൈക്കിൽ പോകുമ്പോ, ഗൾഫിൽ പോകുമ്പോ, അവിടെ പോകുമ്പോ, ഇവിടെ പോകുമ്പോ ഈ കാല് തുട ആരൊക്കെ ആയിട്ടൊക്കെ മുട്ടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്നും പറയാൻ പാടില്ല, നിങ്ങൾ പറയാൻ പാടില്ല. കാരണം നമ്മൾ നാവ് കളവല്ലേ പറയുള്ളൂ. തുട അങ്ങോട്ട് പറഞ്ഞോളൂ. എല്ലാം സ്കാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ? ആരും അറിയില്ല. ലൈറ്റ് അണച്ച് മുറിയിൽ ആരുമില്ല. വാപ്പ ഉണ്ടോ, ഉമ്മ ഉണ്ടോ, പള്ളിക്കാരുണ്ടോ, നാട്ടുകാരൻ ആരുമില്ല. പിന്നെ തുടയും കൂടെ യോജിച്ചു. ആരും അറിയുന്നില്ലല്ലോ. ഏയ്, ക്യാമറ ഇവിടെ ഉണ്ട്. സംഭവം ലോഡ്ജ് എടുക്കാൻ റൂമിൽ പോകുമ്പോ എല്ലാം നോക്കും. ബൈനാക്കുലർ വെച്ച് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ക്യാമറ എല്ലാം നോക്കൂലേ. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ക്യാമറ ഉണ്ട്. കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഞാനിപ്പോ പ്രസംഗിക്കാൻ വന്നിരുന്നപ്പോ എന്റെ കഴുത്തിൽ കൊണ്ടുവന്നിട്ട് സാധനം. ഇതിന്റെ ആയത്തെ ഞാനിപ്പോ പോകുന്നത് എന്തിനാ? ഗസ്റ്റ് ഉദ്ഘാടനവും മതവിജ്ഞാന സമ്മേളനം. ചില സ്ഥലത്ത് പേരെഴുതും, ഇന്നാൾക്കുള്ള പേരൊക്കെ എഴുതും. അവർക്ക് വേണ്ടിയുള്ള ഒരു ടാഗ് കൊടുത്തിട്ട് ഓരോ മനുഷ്യർക്കും അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി, അവരുടെ കഴുത്തിൽ അവരുടെ ഭാഗധേയം നിർണയിക്കുന്ന ഒരു ഗ്രന്ഥം നാം കൊളുത്തിയിട്ടിട്ടുണ്ട്. ഞാനിപ്പോ ചീഫ് ഗസ്റ്റ് അല്ലെങ്കിൽ ഒരു ഗസ്റ്റ്, ഓരോരുത്തരെ കുറിച്ചുള്ള ചീഫ് ഗസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ വ്യക്തികളുടെ പേരെഴുതി കൊടുത്ത്. അതാണ് ഈ സാധനം. ഇതിന്റെ ആയത്തെ ഞാനിപ്പോ ഓതിയത്. ഇത് പരിപാടി കഴിഞ്ഞാൽ ആ മന്ന സല്ലംന ഒരു തൂര കളഞ്ഞ് പൊട്ടിച്ച് കളഞ്ഞു, ഒരു പ്രശ്നവുമില്ല. പിന്നെ ഞാൻ ഒരു ഗസ്റ്റും അല്ല, ഒന്നുമല്ല, ആരാ. പിന്നെ അടുത്തടുത്ത് പോകുമ്പോൾ അവര് കൊണ്ടുവന്ന് അടുത്ത് വിടും. പക്ഷെ പൊട്ടിച്ച് കളയാൻ പറ്റാത്ത സാധനം അല്ലാഹു നമ്മളിൽ ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. വകുല്ല ഇൻസാൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബാ യൽഖാഹു മൻശൂറാ. ഖിയാമത്ത് നാളാകുമ്പോ മനുഷ്യ, നിന്റെ ഭാഗധേയമുണ്ടല്ലോ, നാം അത് പുറത്തെടുക്കും. കിതാബ, ഒരു പുസ്തക രൂപത്തിലാക്കി തരും. യൽഖാഹു, നിനക്കത് കാണാൻ കഴിയും. മൻശൂറാ, ഒരു തുറന്ന പുസ്തകം പോലെ നിനക്കത് കാണാൻ കഴിയും. തുറന്ന പുസ്തകം, അടഞ്ഞ അധ്യായമല്ല, തുറന്ന പുസ്തകം. മൻശൂറാ. തലമുറ സംഘം, യുവജന സമ്മേളനം, വിദ്യാർത്ഥി മീറ്റ്, തൊഴിലാളി കൂട്ടായ്മ, മതവിജ്ഞാന സദസ്സ്, വൈറ്റ് കാർഡ് പരേഡ്, പോലീസ് സമ്മേളനം, ഇതേപോലെ കൊണ്ടുതരും വായിക്കാൻ. എന്നിട്ട് എന്താ പറയാ? ഇത് നമ്മുടെ പച്ചപ്പുഴയോ, പച്ചപ്പുഴയോ, ഇവിടെ പച്ചപ്പുഴ പരിസരത്തൊക്കെ പകലൊന്ന് വരണം ഇവിടെ കാണാൻ. നല്ല സ്ഥലം. അപ്പൊ ഇത് നമ്മളിവിടെ ഇറക്കി. ഇതെന്തിനാ ഇപ്പൊ തന്നങ്ങൾക്ക്? വീട്ടിൽ കൊണ്ട് ഫ്രിഡ്ജ് വെക്കാനാ? ഇത് വായിച്ചു നോക്കാനല്ലേ? ഇതിനകത്തുള്ള സംവിധാനങ്ങൾ എന്താണ്? എന്തൊക്കെയാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ? എന്തൊക്കെയാണ്? ആരൊക്കെയാണ് ഇതിന്റെ പിൻഗാമികളും മുൻഗാമികളും? ഇതൊക്കെ എന്തൊക്കെയാണ്? ഈ പാർട്ടി ഗ്രാമം കൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? ഈ മുസ്ലിം ലീഗിന്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇതിനൊക്കെ കുറിച്ചൊക്കെ ഒരു മൊത്തത്തിലൊരു രൂപരേഖയാണ്. എന്തിനായി തന്നത്? വായിക്കാൻ. അല്ലാതെ വീട്ടിൽ കൊണ്ടുവയ്ക്കാനല്ല, ഇത് തന്ന് വായിക്കാനല്ലേ. എന്നതുപോലെ നമുക്ക് ഈ തന്നിട്ടുള്ള നമ്മുടെ ഈ ടാഗ് ഉണ്ടല്ലോ, അള്ളാഹ് ഫിറ്റ് ചെയ്ത്, ഇതെടുത്ത് ഒരു പുസ്തക രൂപത്തിലാക്കി നമ്മുടെ കയ്യിൽ കൊണ്ടുതരും മലക്കൾ. അബൂബക്കർ പിടിച്ചോ, എന്നിട്ട് പറയും ഇഖ്റാ കിതാബക് ഇഖ്റാ കിതാബക് കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. ഇത് നിന്റെ പുസ്തകമാണ്, നിന്റെ നന്മതിന്മയാണ്, അതിന്റെ രേഖകളാണ്. രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, ഒറ്റയ്ക്ക് ചെയ്തത്, കൂട്ടായി ചെയ്തത്, ഒളിച്ചു ചെയ്തത്, സംഘത്തോടെ ചെയ്തത്, കാറിൽ വെച്ച് ചെയ്തത്, ബൈക്കിൽ വെച്ച് ചെയ്തത്, അവിടെ പിടിച്ചത്, ഇവിടെ പിടിച്ചത്, അവിടെ കടിച്ചത്, ഇവിടെ കടിച്ചത്, മുഴുവനും ഇതിനകത്തുണ്ട്. ഇഖ്റാ കിതാബക്. വൈറസ് കയറൂല, ഡിലീറ്റ് ആയി പോവുകയില്ല.
ഇവിടുത്തെ സാധനം ഡിലീറ്റ് ആക്കി കളയാം, അല്ലെങ്കിൽ വൈറസ് കയറി ഫോർമാറ്റ് ചെയ്ത് മൊത്തം പോയി സംഭവം. അവിടെ അങ്ങനെ പോവൂല. ഇഖ്റാ കിതാബക കഫാ ബിനഫ്സികൽ യൗം അലൈക ഹസീബാ. ഇന്നേ ദിവസം നിന്നെ ശിക്ഷിക്കാനുള്ള ഈ തെളിവ് മാത്രം ഞങ്ങൾക്ക് മതി, മറ്റൊരു തെളിവും ഞങ്ങൾക്ക് വേണ്ട. എന്താ പറയാ, എന്തായാലും എതിർക്കാൻ പറ്റുമോ? CD ഇട്ടുള്ള തരും. CD ഇന്നത്തെ ഈ LCDയും ഇന്നത്തെ ഈ VCDയും ഇതൊക്കെ തെളിവ് എന്തെന്നറിയോ? ആഖിറത്തിന്റെ ഒരു തെളിവാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, യുദ്നൽ അബ്ദു യൗമൽ ഖിയാമ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്റെ ദാസനെ അരികിലേക്ക് വിളിക്കുകയാണ്. ഫയുബദാ സയ്യാതുഹു. അവൻ ചെയ്ത ഓരോ തെറ്റുകുറ്റങ്ങളെ അല്ലാഹു അവന് കാണിച്ചു കൊടുക്കുകയാണ്. അടിമയെ മെല്ലെ വിളിക്കും, നല്ല ഷാളൊക്കെ ഇട്ട് ഉഷാറായിട്ട് സ്വർഗത്തിൽ കയറി പോകാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോ അള്ള വിളിച്ചു കൊണ്ടുവന്നിട്ട് പടച്ച തമ്പുരാൻ അവന്റെ ഒരു മുബാറക്കായ വസ്ത്രത്തിനുള്ളിലേക്ക് നമ്മളെ അങ്ങോട്ട് പ്രവേശിപ്പിച്ചിട്ട് CD അങ്ങോട്ട് ഓണാക്കിട്ട് കൊടുക്കും, LCD പ്ലെയർ ഇട്ട് കൊടുക്കും. ഇന്നത്തെ ഉദാഹരണം പറയാണ്, ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ വരെ എൻട്രി അടിക്കുക, പാസ്വേഡ് EP അബൂബക്കർ അൽ ഖാസിം കൊടുക്കോ അടിച്ച്. എന്നിട്ട് അല്ലാഹു പറയും, നോക്കിക്കോ എന്താ സംഭവം. ഹദീസാണ് ഞാൻ പറയുന്നത്, ഞാൻ ഇപ്പൊ ഒരു തമാശ രൂപത്തിൽ പറഞ്ഞാലോ നോക്കാൻ പറയൂ, മൊത്തം നോക്കി. അവൻ ചെയ്ത ഓരോ തെറ്റുകളെ അവന്റെ മുന്നിൽ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. ഉടനെ അവന്റെ ഹൃദയം തകർന്നു പോകുന്നു. പടച്ചവനെ, എനിക്കിനി രക്ഷയില്ല. ഞാൻ വലിയ പ്രതീക്ഷയോടുകൂടി കടന്നു വന്നതാണ്. വലിയ പ്രതീക്ഷയായിരുന്നു. സ്വർഗത്തിന്റെ സോപാനം അലങ്കരിക്കാൻ എനിക്ക് സാധിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി കടന്നു വന്ന ഞാനാണ്. പടച്ചവനെ, ഞാൻ പ്രായപൂർത്തി എത്തിയ സമയം മുതൽ മരിക്കുന്നത് വരെ ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളും ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ ഇല്ലാ അഹ്സാഹാ. ഒരു വള്ളി പുള്ളി പോലും തെറ്റാതെ പടച്ചവനെ, അതിനൊരു ന്യൂനത പോലും വരാതെ ഞാൻ ചെയ്ത ചെറുപ്പം മുതലേ ചെയ്ത സകലമാന തെറ്റുകളും ഇതിലുണ്ടല്ലോ അല്ലാ. എനിക്കിനി രക്ഷയില്ലല്ലോ റബ്ബേ, അല്ലാഹുവിന്റെ മുന്നിൽ വെച്ച് പൊട്ടിക്കരയോ? ശരിയല്ല? ആലോചിച്ച് നോക്കി. നമ്മുടെ രഹസ്യം ഒന്ന് ഇങ്ങനെ പരസ്യപ്പെടുത്തൽ എന്തായിരിക്കും രംഗം? ആലോചിച്ച് നോക്കി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ന്യൂനതകളെ മറച്ചു വെക്കട്ടെ. അല്ലാഹു മറച്ചു വെക്കട്ടെ ന്യൂനതകളെ. ആഖിറത്തിലെങ്ങാണ് നമ്മുടെ ന്യൂനത എങ്ങാണോ അല്ലാഹുവോട് പരസ്യപ്പെടുത്താൻ നിന്നാൽ നമ്മളൊക്കെ തകർന്നു പോകും. നമ്മളെല്ലാം തകർന്നു പോകും. അത്രയ്ക്ക് രഹസ്യ പണിയാണ് നമ്മൾ ചെയ്യണത്. രഹസ്യത്തിലും പകൽമാന്യന്മാരാ നമ്മളെല്ലാരും. രഹസ്യത്തിൽ ലൈറ്റ് പടച്ചവനെ 12 മണിക്ക് സൂര്യ ഉദിക്കണം. ഓരോ മാന്യന്മാരും ചെയ്യുന്ന പണി എന്താന്നുള്ളത് അറിയാൻ പറ്റും അല്ലേ? അല്ലാഹു നമ്മളെ ന്യൂനതകളെ മറച്ചു വെക്കട്ടെ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ആര് ഒപ്പിയെടുക്കുന്നു? ഈ ക്യാമറ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് കൈ നാളെ പറയും, പടച്ചവനെ, ഞാൻ ഇന്ന സ്ഥലത്തെല്ലാം ഈ കൈ കൊണ്ട് കടത്തിയിട്ടുണ്ട്. കാല് പറയും, ഞാൻ ഇന്ന സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. ഹൃദയം പറയും, ഇന്നവളെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഇന്നവനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. കണ്ണ് പറയും, ഇത്ര സീരിയല്, ഇത്ര മെഗാ ഷോ, ഇത്ര പട്ടുറുമാല്, ഇത്ര റിയാലിറ്റി ഷോ, ഇത്ര സിനിമ, ഇത്ര നാടകം, ഇത്ര കോമഡി, ഇത് മുഴുവനും ഈ കണ്ണ് കണ്ടിട്ടുണ്ട്. കണ്ണ് പറഞ്ഞോളൂ, നിങ്ങളൊന്നും പറയേണ്ടതില്ല. എത്രത്തോളം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ നാളെ നീതി വാങ്ങി കൊടുക്കുമെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലതുഅദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹാ ഹത്താ യുഖതസ്സ ലിശാത്തിൽ ജമ്മാഇ മിനൽ ഖർനാ. ഒരു ദുനിയാവിൽ ഒരു കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ഒരാടിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചാൽ നാളെ ആഖിറത്തിൽ കൊമ്പില്ലാത്ത ആടിന് വേണ്ടി കൊമ്പുള്ള ആടിൽ നിന്ന് പ്രതികാര നടപടി സ്വീകരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലായോ?
കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ഒരാടിനെ കുത്തി. കൊമ്പില്ലാത്ത ആട് എന്താ ചെയ്യാ? തിരിച്ചു കൊത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ നാളെ ആഖിറത്തിൽ ഈ രണ്ട് ആടിനെയും അള്ളാഹുടെ ഹാജരാക്കിയിട്ട് അള്ളാഹു പറയും, കൊമ്പില്ലാത്ത ആടിനോട് പറയും കൊമ്പില്ലാത്ത ആട് കൊമ്പുള്ള ആടിന് കുത്തി പരിക്കേൽപ്പിക്കും, എന്നിട്ട് രണ്ടിനെയും മരിപ്പിക്കും നാളെ ആഖിറത്ത്. അതുപോലെ നാളെ അള്ളാഹ് അവിടെ നീതി വാങ്ങിക്കൊടുക്കും. പിന്നെ നമ്മുടെയൊക്കെ കാര്യം പറയണം. കൈ കാല് ചെയ്തത് മൊത്തം, കണ്ണ് ചെയ്തത് മൊത്തം. ഹദീസുകൾ ഒരുപാടുണ്ട്, സമയമില്ല പറയാൻ. ഹൃദയം ചിന്തിച്ചത്, കാലുകൊണ്ട് നടന്നത്, കൈ കൊണ്ട് പ്രവർത്തിച്ചത്. പക്ഷെ ഇപ്പൊ നമുക്ക് സമയമുണ്ട് തൗബ ചെയ്യാൻ. ഡിലീറ്റ് ആയി പോകും. ഇപ്പൊ ഡിലീറ്റ് ആയി. തൗബ ചെയ്തിട്ട് പിന്നെ വീണ്ടും ആദ്യം പോലെ ഒന്നും കൂടെ പണിയാൻ നിൽക്കരുത്. ഇപ്പൊ ഒരു തൗബ ചെയ്ത് അങ്ങോട്ട് ഒഴിവാക്കിയാൽ അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹ് അത് ഏറ്റെടുക്കും. അതല്ലാതെ ഈ തെറ്റുകളുമായിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് നാളെ വീണ്ടും വീണ്ടും ഈ തെറ്റിലേക്ക് നമ്മൾ മടങ്ങിക്കൊണ്ടിരുന്നാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരിക്കലും അത് ഏറ്റെടുക്കുകയില്ല. കാരണം എന്താ? ഖുർആൻ പറഞ്ഞെന്താ? والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. ഒരാളൊരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു, അള്ളാഹയെ കുറിച്ച് ഓർത്തു. നമ്മൾ ചെയ്തത് തെറ്റാണ്, അപരാധമാണ്, അധർമ്മമാണ്, പാടില്ല, ചെയ്തത് ഏറ്റവും വലിയ തെറ്റായി പോയി. അവൻ തന്റെ തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ചു റബ്ബിന്റെ അടുക്കലേക്ക്, അല്ലാഹുവേ എന്റെ കൈ കൊണ്ട്, കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, ഹൃദയം കൊണ്ട്, ഗുഹ്യാവയവങ്ങൾ കൊണ്ട് ചെയ്തു പോയത് അപരാധമായി പോയി. പടച്ചവരെ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അവർ തന്റെ പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് തന്റെ ശാരീരികമായി മാനസികമായി അവർ ശുദ്ധി കലശം നടത്തിയാൽ അല്ലാഹു അല്ലാതെ പുറത്തു കൊടുക്കാൻ ആരാണുള്ളത്? അല്ലാഹു അല്ലാതെ മാപ്പ് നൽകാൻ ആരാണുള്ളത്? അല്ലാഹു അവന് മാപ്പ് ചെയ്തു കൊടുക്കുമെന്ന് സാരം. പക്ഷേ ഒരു കണ്ടീഷൻ അല്ലാഹു നമ്മളോട് പറയുകയാണ്, വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് ഇനി മേലിൽ ആ തെറ്റിലേക്ക് കടക്കരുത് എന്ന ദൃഢനിശ്ചയം കൂടി നീ എടുത്തു കഴിഞ്ഞാൽ നീ ചെയ്ത ഏത് വലിയ അപരാധങ്ങളും അല്ലാഹു മാപ്പ് ചെയ്തു തരുമത്രേ. അതാണ് കണ്ടീഷൻ. ഇപ്പൊ എല്ലാം ഡിലീറ്റ് ആക്കിയിട്ട് നാളെ വീണ്ടും നല്ല ഒരെണ്ണത്തെ കാണുമ്പോ വീണ്ടും അങ്ങോട്ട് നോക്കിയിട്ട് ഒന്ന് കണ്ണടച്ചു കൊടുക്കുക, ചുണ്ടൊന്ന് കടിച്ചു പിടിക്കുക, അത് വണ്ടി ഇവിടെ ഓടും. ആ പണിയാണ്. അതുകൊണ്ട് ചെയ്തതൊക്കെ പോട്ടെ, അവരാത് അള്ളാഹുവോട് പശ്ചാത്തപിച്ചിട്ട് ഇനി നമ്മൾ സൂക്ഷിച്ചാൽ നമ്മുടെ കണ്ണും കാതും നമുക്ക് വേണ്ടി അനുകൂലമായിട്ട് പറയും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സലാസത്തുൻ ലാ തറാ അയ്യുനുഹുമുൻ നാർ. മൂന്ന് കൂട്ടരുടെ കണ്ണ് നരകം കാണുകയില്ല. മൂന്ന് കൂട്ടരുടെ കണ്ണ് നരകം കാണുകയില്ല. അതായത് മൂന്ന് കൂട്ടർ നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ഐനുൻ, ഒരു കണ്ണ്, ഗല്ലത അൻ മഹാരിമില്ലാഹ്, ഹറാമായ കാഴ്ചകൾ കണ്ടിട്ട് ഹറാമുകളിൽ നിന്ന് കണ്ണിനെ അടച്ചു പിടിച്ച മനുഷ്യ, നിന്റെ കണ്ണ് നാളെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. കണ്ണടച്ചു പിടിച്ചു, കണ്ട മാത്രമേ. എന്താ സാധനം മുതല് അടച്ച് നീ കാത്തരു. അപ്പോഴേ അങ്ങോട്ട് തീ ഓർക്കണം, കണ്ണ് നരകത്തിന്റെ തീ. മൻ മലഅ ഐനൈഹി മിനൽ ഹറാം മലഅ അല്ലാഹു ഐനഹു മിനൻ നാർ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
ആരെങ്കിലും തന്റെ കണ്ണുകൾ ഹറാമുകൾ കൊണ്ട് നിറച്ചാൽ മല അല്ലാഹു ഐനഹു മിനൽ ഹറാം മിനന്നാർ, നരകത്തിന്റെ തീക്കട്ടകൾ കൊണ്ട്, തീക്കനലുകൾ കൊണ്ട് അവന്റെ കണ്ണിനെ അല്ലാഹു നിറയ്ക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. എന്തായിരിക്കും നരകത്തിന്റെ തീ കൊണ്ട് കണ്ണ് നിറയ്ക്കും. നരകത്തെ സൂക്ഷിച്ചു. അമാനത്താണ് അവയവങ്ങൾ, ശാരീരിക അവയവങ്ങൾ അമാനത്താണ്. ويوم يحشر أعداء الله إلى النار فهم يوزعون حتى إذا ما جاءوها شهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يعملون وقالوا لجلودهم لما شهدتم علينا قالوا أنطقنا الله الذي أنطق كل شيء. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദർബാറിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ ഷഹിദ അലൈഹിം സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. നമ്മുടെ രോമങ്ങൾ, നമ്മുടെ ചർമ്മങ്ങൾ, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കാതുകൾ, നമ്മുടെ അവയവങ്ങൾ ഓരോന്നും നാം പ്രവർത്തിച്ചതനുസരിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് നമുക്കെതിരെ സംസാരിക്കുമത്രേ. നമുക്കെതിരെ സാക്ഷി പറയും. നമ്മുടെ കൈ, കണ്ണ്, കാത് എല്ലാം. ഉടനെ നമ്മൾ ചോദിക്കും വഖാലൂ ലിജുലൂദിഹിം, നമ്മുടെ ശരീരത്തോട്, ചർമ്മങ്ങളോട്, രോമകൂമങ്ങളോട്, അവയവങ്ങളോട് നമ്മൾ ചോദിക്കും ലിമ ശഹിദ്തും അലൈനാ, എന്തിനാണ് ഞങ്ങൾക്കെതിരെ നീ സാക്ഷ്യം വഹിച്ചത്? ഖാലൂ, ഈ അവയവങ്ങളെ പറയുമത്രേ അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ശൈ. എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അല്ലാഹ് ഞങ്ങളെ കൊണ്ടും സംസാരിപ്പിച്ചു. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ? ഞങ്ങൾക്ക് കളവ് പറയാൻ അറിയില്ല. അതിനാണ് കളവ് പറയുന്ന നാക്ക് അല്ലാഹു അടച്ചു വെച്ചത്, ബന്ധാക്കി വെച്ചത്.